രണ്ട് തെസ്സലോനിക്കർ 1-ാം അധ്യായം അവൻ്റെ അവസാനത്തെ വാക്യത്തിലേക്കല്ലേ നമ്മൾ വന്നത്. അതിൻ്റെ 8 തൊട്ട് ഒന്നുകൂടെ വായിച്ചാൽ 8, 9, 10 വായിച്ചാൽ. ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവം നീതിമാനാ. നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോണ്ട. നിങ്ങളെ നിന്ദിക്കുന്നവരെയും കളിയാക്കുന്നവരെ നാളിലാ വായിച്ചേ? ആ നാളിൻ്റെ പ്രത്യേകത എന്തോ വായിച്ചേ? അവൻ തന്നെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധിയിൽ അനുഭവിക്കും. ആ നാളിൽ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യശിക്ഷാവധി തൊട്ട് തുടങ്ങുക. കാഹളം ഉദയ കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി സമയം കിട്ടിയായിരുന്നേ. കർത്താവേ ക്ഷമിക്കണമെന്നോ, നാളെ ആരാണ്ട് പറഞ്ഞ പോലെ പോകുന്നവരുടെ കാലെ പിടിക്കാനോ പോവല്ലേ? അല്ലെ കർത്താവിനോട് എന്തെങ്കിലും ഒന്ന് പറയുവാൻ, ഒരു തീരുമാനം പറയുവാനുള്ള സമയം നമുക്ക് ദൈവം തരത്തില്ല. കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോകേണ്ട ഒരു ചുരുക്കം, ചെറിയ കൂട്ടം, വലിയ കൂട്ടമൊന്നുമല്ല. ഈ പട്ടണത്തിൽ 5000-ൽ പരം സഭകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ജില്ലയിൽ, പട്ടണത്തിലല്ല ഈ ജില്ലയിൽ 5000-ൽ പരം സഭകളുണ്ടെങ്കിൽ ഇവിടെ എത്ര വിശ്വാസികളുണ്ട് നിങ്ങളൊന്ന് കണക്കൂട്ടെ. എറണാകുളം ജില്ലയിൽ 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ ചിലപ്പം കാണും, എനിക്കറിയത്തില്ല കണക്ക് കറക്റ്റ്. ഇവിടെയൊക്കെ പാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ കണക്കനുസരിച്ചാണ്. കൊച്ചി ഈസ്റ്റ്, കൊച്ചി വെസ്റ്റ്, ഇപ്പം ചർച്ച ഒത്തിരി കൂടിയപ്പോൾ കാക്കനാട് തന്നെ ഇൻഫോ പാർക്കിൻ്റെ ഒക്കെ ഫ്രണ്ടിലും ചുറ്റിനും ഞാൻ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഫ്ലാറ്റിലുള്ള എല്ലാ വീട്ടിലും ചർച്ചയാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത സമയത്ത് പിന്നെയും കൊച്ചു പാസ്റ്റർമാരെ പരിചയപ്പെട്ടു. എല്ലാവരും ഇൻഫോ പാർക്കിൻ്റെ അവിടെ കുറച്ച് IT-കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിശ്വാസികളാക്കാനായിരിക്കും അല്ലേ എന്തോ കൊണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ഇവിടെ ഉണ്ട്. മോശമൊന്നുമല്ല. ഓരോ വീടുകളിലും ഇപ്പോൾ എന്തുവാണ്, ഇത്രയും ചർച്ചകൾ ഇവിടെ ഉണ്ടെങ്കിൽ എത്ര വിശ്വാസികൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ വിചാരം ഇവരെല്ലാം കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടുന്നതാണോ? കർത്താവ് ആരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ? വചനപ്രകാരം പറയാം. അവസാനം വരെയും വിശ്വസ്തർ, വിശുദ്ധിയിൽ വസിക്കുന്നവർ, ഒരു ചെറിയ കൂട്ടം, ഒരു ചെറിയ ശേഷിപ്പ്, സ്തോത്രം, എല്ലാത്തിനും ഒരുക്കം പ്രാപിച്ച് പൂർണ്ണ അനുസരണത്തോടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് 2ാമത്. അത് സത്യമാണ്. നമ്മൾ മനസ്സിലാകാൻ പോകുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു, നിങ്ങൾ മറന്നു പോകല്ലേ. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടണമെങ്കിൽ അതിന് യോഗ്യരായിട്ട് നിൽക്കണം. ചുരുക്കം പേര് വിശുദ്ധിയിൽ വസിക്കുന്നവർ നമ്മൾ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ യേശുവിൻ്റെ അതേ തേജസ് പ്രാപിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് കാണുവാൻ കഴിഞ്ഞില്ല തേജസ്, മോശയ്ക്ക് നോക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവിൻ്റെ പുറമോ തേജസ്സോ ഒന്ന് കണ്ടപ്പോൾ തന്നെ തൻ്റെ മുഖം എന്തെന്നറിഞ്ഞു. അക്ഷരികമായിട്ട് ശാരീരികമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ തേജസ്സിൻ്റെ ഒരു അല്പം മാത്രം പ്രാപിച്ച മോശയോട് ജനം എന്തു പറഞ്ഞു? മൂടാൻ മുഖം. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റത്തില്ല. താനും അല്പസമയം ചില ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ആ തേജസ്സിൻ്റെ അതാണ് സാത്താൻ നമ്മളെ സമ്മതിക്കാത്ത. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഒക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ തേജസ് പ്രാപിക്കും. നമുക്ക് ഈ നാളുകൾ പല വിഷയത്തിൻ്റെ ഒത്തിരി ലോഡാണ് ജീവിതത്തിൽ, ഒത്തിരി ഭാരങ്ങളാണ്, ഒത്തിരി വിഷയങ്ങളാണ്. ഒന്ന് ഏകാഗ്രതയോടുകൂടി ഒന്ന് ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവരെയൊക്കെ കർത്താവ് മരുഭൂമിയിലേക്ക് വിളിച്ച്, അപ്പോസ്തലനെ ആണെങ്കിലും യേശു കർത്താവ് ആണെങ്കിലും ഒക്കെ മരുഭൂമിയിലേക്ക്, അല്ലെ സീനായ് പർവ്വതത്തിലേക്ക് മേലോട്ട് വിളിച്ച് ഏകാഗ്രതയോട് ദൈവസന്നിധിയിൽ ഇരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ആ നാൾ നമ്മൾ തേജസ് പ്രാപിക്കുമ്പോൾ അനുസരണക്കെട്ടവർ ആ നിമിഷം നമ്മൾ എടുത്തു ഉടനെ ഇവിടെ എന്തോ നടക്കുന്നത്? എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ് നടക്കുന്നത്. ഉഗ്ര കോപം, ക്രോധ, കലശം, ഓരോ കാഹളം ഊതുമ്പോൾ ഓരോ ദേശം കത്തുക, വെള്ളം, കുടിവെള്ളം രക്തമായി തീരുക. ആദ്യം കടൽ വെള്ളം, പിന്നെ തോട്ടിലെയും കിണറ്റിലെയും വെള്ളം. ബൈബിൾ നമ്മൾ പഠിച്ചതാണ് വെളിപ്പാട് പുസ്തകം. കടൽ വെള്ളം രക്തമാകുമ്പോൾ ആൾക്കാർ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കുക. അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കാൻ പച്ചിപ്പെല്ലാം കരിഞ്ഞു പോകുന്നു. വെള്ളം, ഈ രക്തം ഫ്രഷായിട്ടൊന്നും ഇരിക്കത്തില്ല, ചീഞ്ഞ് നാറും കുറച്ച് കഴിഞ്ഞ്. പഴുപ്പാകുന്നത് ഈ രക്തമാണ്. രക്തം ചത്താണ് എന്താകുന്നത്? ഈ രക്തമെല്ലാം കൂടെ ഫറവോൻ്റെ കാലത്തും ഒരു ബാധയിൽ ഒരെണ്ണം അതായിരുന്നു. ആ വെള്ളമെല്ലാം എന്തായി തീർന്നു? ദൈവം അയക്കുന്ന അനുസരണക്കെട്ടവരെ ന്യായം വിധിക്കുവാൻ അയക്കുന്ന ബാധ. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇവർ മരിക്കത്തില്ലെന്ന്.
തൊണ്ട ഉണങ്ങും, ചത്തുപോവും, ഡീഹൈഡ്രേഷൻ ഉണ്ടായെങ്കിൽ മയങ്ങിപ്പോയാലും മരിക്കത്തില്ല. കാരണം ബൈബിൾ പറയുന്നു ആ നാളിൽ അല്ലെങ്കിൽ പർവ്വതമേ ഞങ്ങളുടെ മേൽ വീഴ എന്ന ആൾക്കാർ പറയും. ഒന്ന് മരിക്കുവാൻ കൊതിക്കും, പക്ഷെ മരിക്കത്തില്ല. അത്രയ്ക്ക് കൊടും ന്യായവിധി വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഇവിടെ ഈ വാക്യം തെസ്സലോനിക്ക സഭയെ ആഹ്വാനം ചെയ്യുന്നത്. പകൽക്കാലം നമ്മളെയും ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും സന്തോഷിപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ വല്ല ആറ്റിറ്റ്യൂഡോ ചിന്തയോ നമ്മുടെ ജഡം പറഞ്ഞാൽ പിശാച് എന്ന് പറഞ്ഞോണം. ഒരു മനുഷ്യൻ, ഞാൻ ആ കാലത്ത് മഹാപീഡന കാലത്ത് ഇവിടെ കിടക്കാൻ വിളിച്ചവനല്ല, ഞാൻ ന്യായവിധിക്ക് വേണ്ടി വിളിച്ചവനല്ല, ഞാൻ നിത്യ തേജസ് പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ കർത്താവ് നോക്കിക്കോൾ. നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് കർത്താവ് പീഡ നൽകിക്കോൾ. അത് ദൈവത്തിൻ്റെ കാര്യം. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട. യുവർ ജേർണി ഈസ് ഫോർവേഡ്. ഇല്ലേ, നമുക്ക് മുൻപോട്ടായി യാത്ര. പിന്നെയും കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. യെസ്, 10 വായിച്ചോ. 11-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യന്മാരായി എണ്ണി സൽഗുണത്തിനുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോട് പൂർണ്ണമാക്കി തരണം എന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും. ഒരു പോക്ക് അപ്പോസ്തലനങ്ങ് പോകുന്നത്. ആ പോക്കിൻ്റെ അകത്ത് എന്തും വേണ്ടി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 11-12 വായിച്ചപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിന് യോഗ്യരായി തൻ്റെ വിളിക്ക് യോഗ്യമാന്മാരാക്കി തീർക്കണം. ഫുൾഫിൽ ഓൾ ദ ഗുഡ് പ്ലഷേഴ്സ് ഓഫ് ഹിസ് ഗുഡ്നെസ്. ദൈവത്തിൻ്റെ സൽഗുണത്തിന് ഹല്ലേലൂയ, അതായിരിക്കണം നമ്മുടെ സന്തോഷവും താല്പര്യവും. യെസ്, എന്നിട്ട് അതിന് യോഗ്യരാക്കി വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ എന്തു വേണം? വിശ്വാസത്തിൻ്റെ ശക്തി വേണം. ഇവിടെ എന്തു എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സകല സൽഗുണവും നിങ്ങൾക്കത് താല്പര്യവുമായി നിങ്ങൾ അതിൽ ഏർപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് വിശ്വാസത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരായിത്തീരണം. ആ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വേർതി ഓഫ് ഹിസ് കോളിംഗ്. ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാരാക്കി. സ്തോത്രം. ദൈവത്തിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാരാക്കുവാനാണ് കർത്താവ് നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ ബലത്തിൻ്റെ. നമ്മൾ വെറും സാധാരണക്കാരാണ്, വെറും സാധാരണക്കാരാണ്. ഒരു കുഴച്ചിൽ പെട്ടാൽ ആ കുഴച്ചിലിൽ നിന്ന് പോലും കയറാൻ നമുക്ക് പറ്റുമോ? അതിന് ബലമില്ലാത്ത വെറും സാധാരണക്കാരാണ്. ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ ശക്തരാക്കി പരിശുദ്ധനായ ദൈവത്തോടുകൂടി വിശുദ്ധിയിൽ വസിക്കുന്ന, സാത്താൻ്റെ മേൽ അധികാരം പ്രാപിച്ച് സാത്താനെ നിയന്ത്രിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ കർത്താവിനെ മണവാട്ടിയായിട്ട് വസിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കി തീർക്കണം. എന്തു വേണ്ടി കൃപ വേണം, എന്തു വേണ്ടി ബലം വേണം. ഏതൊക്കെ ഏരിയയിൽ ഒരു മാനസാന്തരം വേണം. മാനസാന്തരം എന്ന് പറയുന്നത് വലിയ ദേഷ്യമാണ് നമ്മുടെ ശരീരത്തിൽ. ഇത്രയും വർഷമായി ഞാൻ വിശ്വാസം, എന്നിട്ടും പാസ്റ്റർ പറയുന്നു, വചനം പറയുന്നു മാനസാന്തരപ്പെടണം. അത് കേൾക്കുമ്പോഴേ നമ്മൾ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു കാര്യത്തിന് ഒരാളെ ഡിസിപ്ലിൻ ചെയ്തപ്പോൾ ഒരാൾ എന്നോട് പറയാം, എൻ്റെ ഈഗോ ഉയരുന്നത്. അവിടെ ഈഗോ ഒക്കെ എന്ത് ചെയ്യേ? എന്നോടാ മാനസാന്തരപ്പെടാൻ പറയാൻ. പാസ്റ്റർമാരോട് ഇപ്പം കർത്താവ് പറയാം, ഞാൻ ഇത്രയും 31 വർഷമായി കർത്താവിൻ്റെ പേര് ചെയ്യുന്നത്, എന്നോടാ കർത്താവ് മാനസാന്തരം എന്ന് പറയും. അല്ലെ പ്രായമുള്ള ദൈവദാസന്മാർ 50 വർഷമായി കാണും കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, എന്നോടാണോ ദൈവത്തിൻ്റെ ആത്മാവ്? മാനസാന്തരം. അങ്ങനെ റിബലായാണ് ഈ ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷയുടെ അവസാനം മാറിപ്പോകുന്നത്. മനസ്സിലായോ? എത്ര ദൈവദാസന്മാർ എത്ര ശക്തരായ, മനസ്സിലായി? എപ്പോഴും ഈ പാസ്റ്റർ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം, എപ്പോഴും മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ മാത്രം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതല്ല. ഇതൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവസന്നിധിയിൽ. കർത്താവിനോട്, കർത്താവേ, ദൈവം അനുവദിക്കാത്ത ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ വേണ്ട. എവിടൊക്കെ ഒരു മാറ്റം വരണമോ, ദൈവം മാറ്റം വന്നേലേ പറ്റൂ. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും എന്തുണ്ടാകണം? ഈ പറയുന്ന ശോഭയേറും നാട്ടിൽ പോകണമെങ്കിൽ, കർത്താവിനോടുകൂടി വസിക്കണമെങ്കിൽ, അല്ലല്ല, മാറ്റമുണ്ടായാലേ പറ്റും. അതാണ് വിളിക്ക് യോഗ്യമാവണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബുദ്ധി മാറ്റി അങ്ങ് വെക്കണം. ലോകത്തിൻ്റെ നിയമം എന്തുവാ? നീ ഒന്നാമനാകണമെങ്കിൽ ലോകത്തിൻ്റെ നിയമം എന്തുവാ? ചില സമയത്തൊക്കെ നമ്മുടെ പല കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്കിൽ നന്നായിട്ട് കിട്ടി, അല്ലെ ചില കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വേറെ ചില കാര്യത്തിൽ കലാകാര്യങ്ങൾക്കൊക്കെ മിടുക്കരായി, ഒന്നാമത് കിട്ടി, പാസ്റ്ററെ സ്തോത്രം. ഞാനും അവരോട് കർത്താവിൽ സന്തോഷിക്കാറുണ്ട്. ആ മിടുക്കരാകണമെങ്കിൽ ലോകത്തിൻ്റെ നിയമം എന്തുവാ? മറ്റുള്ളവരുടെ കഴിവിനേക്കാൾ ഔട്ട്ഷൈൻ ചെയ്യണം. അങ്ങനല്ലേ ലോകത്തിൻ്റെ നിയമം? അങ്ങനല്ലേ?
ഇവിടുത്തെ നിയമം നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ച വരാത്തവരാരും ഇവിടെ ഇരിപ്പില്ല, വന്നവരല്ലേ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം, മാർക്ക് 9:35. യേശു പറയുന്നത് എന്തുവാ? അവൻ ഇരുന്ന് 10 വിളിച്ച്, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. ഒരുവൻ മുൻപനാകുവാൻ, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇഫ് യു ഡിസയർ ടു ബി ഫസ്റ്റ്, നിനക്ക് ഒന്നാമതാകണോ, നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെക്കാളെല്ലാം യു ബി ദ ലാസ്റ്റ്. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. നമ്മുടെ ബുദ്ധി ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ യേശുവിൻ്റെ പ്രമാണമാണ്. നമ്മളല്ലേ യേശുവിൻ്റെ മക്കളാന്ന് പറഞ്ഞ് പോവല്ലേ ഇപ്പോഴും. അതുകൊണ്ടായി സഭകളിൽ പോലും വിശ്വാസികൾ തമ്മിൽ പയറ്റും മത്സരവും ഒക്കെ പലയിടത്തോളം. ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനായ ദൈവത്തിന് സ്തോത്രം. എത്ര ആൾ കൂടിയാലും അങ്ങനെയൊന്നും ഉണ്ടാകല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന ദിവസം ഞാനിവിടുന്ന് പോകും, വേറൊന്നുമല്ല. പിന്നെ ഇവിടുന്ന് ശുശ്രൂഷിച്ച കാര്യമില്ലല്ലോ. പ്രൈസ് ലോർഡ്. കാരണം ആ ഒരു കൃപയിൽ അവസാനം വരെ നിൽക്കുവാൻ സഹായിക്കണം. ഇതാണ് യേശുവിൻ്റെ പ്രമാണം. നിനക്ക് ഒന്നാമതാകണോ സഭയിൽ? നിനക്ക് ഒന്നാമതാകണോ ദേശത്തിൽ? നിനക്ക് നിൻ്റെ അസോസിയേഷനിൽ ഒന്നാമതാകണോ? യു ബി ദ ലാസ്റ്റ്. നീ ഏറ്റവും ഒടുക്കത്തവനും ആകണം. ഒടുക്കത്തവനാകണമെങ്കിൽ എങ്ങനെയാണ്? നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? യു ബി ദ സെർവൻറ്റ് ഓഫ് ഓൾ എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരുടെയും നീ എന്ത് ചെയ്യണം? ദാസൻ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകൻ. ദാസൻ തന്നെയാണ് മൂലഭാഷയിൽ, സെർവൻ്റ് തന്നെ. ശുശ്രൂഷകൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ശുശ്രൂഷകൻ, ഇങ്ങനെ ഇപ്പോഴത്തെ പാസ്റ്റർമാർ ഈ കോളറില്ലാത്ത ഒരു സൈസ് ജുബായും ഇങ്ങനെ. ഞാനും പണ്ട് ഒത്തിരി ജുബായൊക്കെ ഇടുമായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ജുബ തുടങ്ങുന്നതിന് മുമ്പേ ടീം വർക്കിൽ സേരും ജുബ ഇടുമായിരുന്നു. പക്ഷേ ഈ ടൈപ്പല്ല. ഇപ്പം അവർ ലോഹ പോലൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ് വെള്ളയൊക്കെ തയ്ച്ച് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, സ്തോത്രം. അതുപോലെ ഒരു ജുബയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണം. ആ ശുശ്രൂഷകൻ്റെ കാര്യമല്ല. കോർഡ്ലെസ് മൈക്കൊക്കെ എടുത്ത് സ്റ്റേജിൽ എപ്പോഴും ഇരിക്കുന്ന ശുശ്രൂഷകൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. സെർവൻറ്റ്. നീ നിൻ്റെ ദേശത്ത് നീ ആക്കിയിരിക്കുന്നത്, നിൻ്റെ കുടുംബത്തിൽ ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ഒന്നാമത് അവിടെ നിൽക്കണം. യു ആർ കോൾഡ് ആസ് എ സെർവൻറ്റ് ഓഫ് ഓൾ. എപ്പോഴും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ആണോ? ഇത്രയും വർഷമായില്ലേ ഞാൻ കൃപയിൽ വന്നിട്ട്, ഇനിയെങ്കിൽ ഞാനൊന്ന് ദേശത്ത് മാനിക്കും. കർത്താവ് എന്തോ പറഞ്ഞു, നിന്നെ മാനിക്കുന്ന ആ സ്ഥാനമാണ്. നീ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ നീ കൊച്ചായി പോവുമല്ല. നീ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു ഇവിടെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു അതാ ചെയ്തത്. നീ യേശുവിന് പകരമായി തീരുക. ആ ഒരു മർമ്മം മനസ്സിലാകണമെങ്കിൽ സ്തോത്രം എത്രത്തോളം താഴ്മ പ്രാപിക്കണം, ഇല്ലേ? യു ബി ദ സെർവൻറ്റ് ഓഫ് ഓൾ. ദേശത്തൊക്കെ നമ്മളോട് മത്സരിക്കുന്നവർ കാണുമല്ലോ, അവൻ്റെയും ദാസനായി തീരുക. കുടുംബത്തിൽ നമ്മളെ നിന്ദിച്ചവർ കാണുമല്ലോ, നിനക്ക് ഒന്നാമതാകണോ? യേശു നിന്നെ ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നവനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഒരു പ്രമാണമേ ഉള്ളൂ. അതാണ് പ്രമാണം. നമ്മളിവിടെ വായിച്ചത് പത്രോസും പൗലോസും പറഞ്ഞതല്ല, അവരും ആത്മാവിലാണ് പറഞ്ഞത്. യേശു താൻ പറഞ്ഞതാ. നിനക്ക് മുമ്പനാകണോ? ഒന്നാമതാകണോ? ഈ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഒരു ചെറിയ മത്സരമൊക്കെ വന്നു. ഹാലയിലൊക്കെ യേശു പറഞ്ഞതാ, നീ എന്ത് ചെയ്യണം? യു ബി ദ ലാസ്റ്റ് ആൻഡ് ദ സെർവൻറ്റ്. അപ്പം ഇതാണ് സ്വർഗരാജ്യത്തിനുള്ള ഒരു മർമ്മം. ഇത് പഠിപ്പിച്ചാൽ ആൾ കൂടത്തില്ല. ഇത് പഠിപ്പിച്ചാൽ എൻ്റെ പോലും ജഡത്തിന് ഇത് ഇഷ്ടമല്ല. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? ആത്മാവിൽ കീഴ്പ്പെടുത്തണം. ഈ കർത്താവ് പറഞ്ഞ ഒരു ലെവലിലേക്ക് ആകണമെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈനംദിനം നടക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും നിങ്ങൾ അഹങ്കരിച്ച് പോകത്തില്ല. അഹങ്കാരികളോട് അഹങ്കാരം ഉള്ളിൽ വരുമ്പോഴാണ് ദൈവം എതിർക്കുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു ഇത് ഒന്നല്ല, ഒത്തിരി ഉപദേശങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം 2 തെസ്സലോനിക്കർ പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ 1:5 നമ്മൾ വായിച്ചത് ഈ കഷ്ടതയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്തിനാണ്? ദൈവരാജ്യത്തിന് യോഗ്യരായി തീരുവാനാണ് ഈ കഷ്ടതയൊക്കെ നിങ്ങൾ അനുവദിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വേർതി ഓഫ് ദി ഗോസ്പൽ, കർത്താവിന് സുവിശേഷം പ്രസംഗിക്കുവാൻ യോഗ്യരായി, വേർതി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യരായി. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങൾ യോഗ്യരായി തീരുവാനാണ് കഷ്ടതകളൊക്കെ തന്ന് നിങ്ങളെ കർത്താവ് ഒരുക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പെട്ടെന്ന് ഒരു വാക്യം കാര്യം ഈ ഭാഗങ്ങൾ യോഗ്യരായി തീരണമെങ്കിൽ പാസ്റ്റർ ചില കാര്യങ്ങൾ പറഞ്ഞു പോകല്ലോ, വചനത്തിലുള്ളത് ഒന്ന് വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം, Philippians 1:27. ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന്. അവിടെ എഴുതിയിട്ടുണ്ട്
ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നിങ്ങൾ യോഗ്യരായി തീരേണ്ടത്. പക്ഷെ അങ്ങനെ യോഗ്യരായി തീരണമെങ്കിൽ നിങ്ങൾ ഏകാത്മാവിൽ ഏക മനസ്സോടുകൂടി സുവിശേഷത്തിൽ ഉള്ള വിശ്വാസത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ പോരാടി സ്ട്രൈവിങ് ടുഗദർ, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യണം? സ്ട്രൈവിങ് ടുഗദർ ഫോർ ദ ഫെയ്ത്ത് ഓഫ് ദ ഗോസ്പൽ എന്നായിരിക്കുന്നത്. സുവിശേഷത്തിലുള്ള വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഏകാത്മാവിൽ പോരാടി ഒന്നിച്ച് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ദേശത്തിൽ യോഗ്യൻ. എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം, ഏകാഗ്രതയോടെ നമുക്ക് ആയിരിക്കണേ. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ഈ കൊച്ചി ദേശത്തല്ലേ നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ തന്നെ ചെറിയ സ്ഥലമൊക്കെ തന്ന് നമ്മളിവിടെ ആക്കിയിരിക്കുന്നു. സ്തോത്രം. ഈ കൊച്ചി ദേശത്ത്, പട്ടണവും ഗ്രാമപഞ്ചായത്തും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ കൊച്ചി ദേശത്ത് നിങ്ങളോ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് നമുക്കെല്ലാം ഇഷ്ടമാണ്. സുവിശേഷം പറയാൻ ഇഷ്ടമാണ്. കർത്താവെ എന്നെ ഉപയോഗിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കും. എന്നെ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ സുവിശേഷ യോഗ്യരായി നമ്മൾ ഏകാത്മാവിൽ നിൽക്കണം, ഏക മനസ്സോടുകൂടി നിൽക്കണം. യേശുവിലുള്ള വിശ്വാസം, സുവിശേഷത്തിൻ്റെ വിശ്വാസം, പ്രമാണത്തിലുള്ള വിശ്വാസം, ആ പ്രമാണത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുവാൻ അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. വേറെ ഒന്നുമല്ല. ഈ ജഡീകരായ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന പോലെ ലോകത്തിൻ്റെ നന്മയൊന്നുമല്ല. പ്രൈസിലോട് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമായി തീരുവാൻ. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ ബൈബിൾ പറയുന്നത് എന്തോ? എനിക്ക് അയ്യോ കഷ്ടം, ഇല്ലേ? സ്തോത്രം. കൊരിന്ത്യലേഖനത്തിലൊക്കെ എഴുതിയിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. യെസ്, അല്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നൊന്ന് വായിച്ച് ജെയിംസ് ചാപ്റ്റർ 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കുകയും എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിക്കും. അപ്പോൾ പിശാചിനോട്, ഇത് പലയിടത്തും ബൈബിളിൽ പറയുന്നുണ്ട്, സാത്താനെ കാൽ കീഴാക്കണം, അതിനുള്ള കൃപ പ്രാപിക്കണം എന്ന് വേറൊരു ഭാഗത്ത് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിന്നെ എന്ത് ചെയ്യും? വിട്ട് പോകും. സ്തോത്രം. നേരത്തെ നമ്മൾ വായിച്ചു, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കും. ഇത് മറ്റുള്ള ഒരാൾ പറഞ്ഞുകൊണ്ടല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞുകൊണ്ട് കുറച്ച് ട്രാക്റ്റും എൻ്റെ കൈ കൊണ്ട് തന്ന് കൊടുക്കുക ട്രാക്റ്റുകളോട് പ്രിൻ്റ് ചെയ്ത് ഇരിക്കുന്നു, നിങ്ങൾ എന്നെ കൊടുത്തു തീർക്കാത്ത, ആർക്കും കൊടുക്കാത്ത തന്നെ കൊടുക്കുക എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. 2 അടിയൊക്കെ കിട്ടുമ്പോൾ കർത്താവേ ഞാൻ ഇനി സുവിശേഷം പറഞ്ഞോളാം എന്നൊന്നും അങ്ങനൊന്നും അല്ല. മനസ്സോടുകൂടി നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ആര് പറയും? ഞാൻ പറഞ്ഞില്ലേ കർത്താവ് എന്നെ തള്ളിക്കളയും, വേറൊരാളെ ഒരു പുതിയ വിശ്വാസം. ഞാനിങ്ങനെ ഇത്രയും വർഷമായി ശുശ്രൂഷയിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ അപ്പനും കർത്താവിൻ്റെ വേലയിലായിരുന്നു, വലിയപ്പനും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീമ്പ് അടിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്ത് ചെയ്യും? പിള്ളേരെ ഇറക്കും. ഇന്നലെ കത്തോലിക്കെന്നും ഹിന്ദുവിനൊക്കെ വന്ന് മുസ്ലിമിനൊക്കെ വന്ന് കൊച്ചു പിള്ളേരെ കർത്താവ് ഇറക്കും. നീ അവിടെ പറയണ്ട, ഞാൻ പിള്ളേരെ ഇറക്കും. ഇല്ലേ? ദൈവം തൻ്റെ വേല ദൈവം ചെയ്യും. ഞാൻ ചെയ്തില്ലേ കർത്താവിന് നഷ്ടമൊന്നുമില്ല. അത് നമ്മൾ ഓരോരുത്തരും, ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഇടയ്ക്ക് വല്ലതും ഉള്ളിൽ കർത്താവ് ഇത്രയൊക്കെ ഞാൻ ചെയ്യില്ല തള്ളിക്കളയുമോ? തള്ളിക്കളയും. കർത്താവ് തള്ളിക്കളഞ്ഞിട്ട് വേറെ അടുത്ത കല്ലിനെ കർത്താവ് എന്ത് ചെയ്യും? ഇത് ദൈവവചനത്തിലെ പ്രമാണമാണ്. എത്ര പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടണമെങ്കിൽ, ഈ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ഒരു കല്ലായി തീരണമെങ്കിൽ എപ്പോഴും അതിന് യോഗ്യരായി തീരണം. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ യോഗ്യരായി. ഇപ്പം നമ്മളിവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, പിശാചിനോട് എതിർത്ത് നിൽക്കണം. അതിന് കരാട്ടയും തെക്വാണ്ടും ജൂഡോയും ഒക്കെ പഠിക്കണം. കൃപ വേണം, അഭിഷേകം വേണം, ശക്തി വേണം. ഇവിടെ പിശാചിനെ കാൽക്കീടാക്കുന്ന ഭാഗം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ. റോമാലേഖനം 16:20. റോമൻ 16:20. നിങ്ങളുടെ കാൽ കീഴെ സാത്താനെ ചതയ്ക്കണമെങ്കിൽ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അതിനു വേണ്ടി ഉള്ള കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. മനസ്സിലായി? സാത്താനെ ഇവിടെ പണ്ട് നടന്നൊരു പ്രോഗ്രാം 96, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് വാസ് 96. അവിടെ അന്ന് നമുക്കിവിടെ ഒരു ബ്രാൻഡ് സഭ ഇവിടെ നമ്മുടെ MDSൻ്റെ ഒരു കൂട്ടായ്മ ഈ സൗജന്യ റോഡിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ പച്ചാൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ, അവിടെ തൻ്റെ വീട്ടിൽ ഒരു മീറ്റിങ്ങിന് വന്നപ്പോഴാണ് അവിടെ പറഞ്ഞത്, ഇവിടെ ഭയങ്കര പ്രോഗ്രാം നടക്കുക. 96 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇവിടെ ഒരു ദൈവദാസൻ, പേര് പറയുന്നതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ദൈവദാസൻ, ഭയങ്കര ഒരു പവർ കോൺഫറൻസ് ഇവിടെ നടത്തി. ഈ സ്റ്റേഡിയത്തിൻ്റെ തന്ന സ്റ്റേഡിയം കൊടുക്കുമായിരുന്നു ഇതുപോലത്തെ മീറ്റിങ്സിൽ. ആ പവർ കോൺഫറൻസിന് നിങ്ങൾക്ക് അറിയാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള തെർമോക്കോൾ വെച്ച് ഇന്ത്യയുടെ മാപ്പ് വരച്ച് വെച്ചിട്ട്
ഇനി നമ്മൾ ഒറീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കുറേ ബലൂണുകൾ ജനത്തിൻ്റെ അടുത്തോട്ടിടും. ആൾക്കാർ യേശുവിൻ്റെ നാമം പറഞ്ഞ് ബലൂൺ ചവിട്ടി പൊട്ടിക്കും. ഇത് ഞങ്ങളൊക്കെ പലപ്പോഴും കമ്പനികൾ ഇതുപോലത്തെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഞാനിത് പല യൂത്ത് ക്യാമ്പിനൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ വാട്ടർ ഗെയിംസും ഇങ്ങനത്തെ ഗെയിംസും ഒക്കെ ആരാണ് ഏറ്റവും കൂടുതൽ കസേര കളിയൊക്കെ നമ്മൾ നടത്തുന്ന പല പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ഓണത്തിനും ക്രിസ്മസിനൊക്കെ നടത്തുന്ന അസോസിയേഷൻ വഴി നാട്ടിൽ പഞ്ചായത്തിലൊക്കെ നടത്തും എന്ന് പറഞ്ഞ പോലത്തെ ഒരു കലാപരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. അല്ലേ? അങ്ങനല്ലേ? വചനവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇവിടെ ഇരുന്ന് ഒറീസയുടെ കുറേ ബലൂൺ ചവിട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചവിട്ടി പൊട്ടിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുമായിരുന്നോ? കാല് ബലപ്പെടുത്തുമായിരുന്നോ? പിശാച് ചിരിച്ച് തല ഇളകിയ ഒരു ദിവസമായിരിക്കും. പിശാച് ദൂതന്മാരെ, പിശാചിൻ്റെ കൂടെയുള്ള വീണ ദൂതന്മാരെ എല്ലാം വിളിച്ച്, എടാ നീ കണ്ടോ ഇവിടെ ഒരു കലാപരിപാടി നടക്കുന്നു, ഞാൻ ഇന്നേ വരെ അമ്പലോത്സവത്തിന് പോലും ഇതുപോലത്തെ കലാപരിപാടി കണ്ടിട്ടില്ല, ഇതൊരു സൂപ്പർ പരിപാടിയാണ്. പാസ്റ്റർ ഇത് പകലത്തെ മീറ്റിങ്ങിലാണ് നടന്നത്. വൈറ്റ് കൺവെൻഷൻ, പകൽ പവർ കോൺഫറൻസ് ആയിരുന്നു അതിൻ്റെ പേര്. പല ദൈവദാസന്മാർ ഇവിടെ തന്നെ പവർ കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അതിലുള്ള ഒരു മലയാളി ദൈവദാസൻ, ഒരു സായിപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. അതിലുള്ള മലയാളി ദൈവദാസൻ നടത്തിയ പവർ കോൺഫറൻസിലെ കലാപരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ കലാപരിപാടി, ഇനി കലാപരിപാടി തുടങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് കലാപരിപാടി തുടങ്ങിയതാണ്. യേശുവിനെ ദൈവദാസന്മാരെല്ലാം ഈ നാട്ടിൽ നിന്നൊക്കെ ദൂരെ നിന്നൊക്കെ പഴയ സഭകളുടെ പാസ്റ്റർമാരും ഉണ്ടായിരുന്നു ഈ പവർ കോൺഫറൻസിൽ. എല്ലാവരും ചവിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ അകത്തില്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ തൊട്ട് ഇവിടെ അടുത്ത് ഞങ്ങൾ ചിരിച്ചു. ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഞങ്ങൾക്കൊരു മിനി ബസ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എല്ലാം പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ വൈകിട്ട് രാത്രി വന്ന് ഇവിടെ താമസിക്കും. പകലെ ഞങ്ങൾ പോയി എത്തി നോക്കാൻ പോലും പോയില്ല. ഞാൻ പറഞ്ഞത് ഇതാണോ? നല്ലതാണ്. കുറച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ഈ ബാഡ്മിൻ്റനൊക്കെ സ്മാഷ് കളിക്കാനൊക്കെ നമ്മളിങ്ങനെ ചവിട്ടുമല്ലോ, ഠാ എന്ന് പറഞ്ഞാൽ ആ ചവിട്ടിൻ്റെ അകത്താണ് അടി വരുന്നത് എന്ന് പറഞ്ഞ പോലെ അതിനൊക്കെ കാലിന് ഇതൊന്നുള്ള വാക്യം വായിച്ചേ. ഈ ചവിട്ടാൻ കാലിന് ബലം ഉണ്ടെങ്കിൽ ചവിട്ടി മെതിക്കാൻ പറ്റുന്ന സാധനമാണോ ലൂസിഫർ? വായിച്ചേ. കൃപ, may the God of peace give you the grace to crush Satan under your feet എന്ന് എഴുതിയിരിക്കുന്നു. സമാധാനത്തിൻ്റെ അല്ലെ സർവശക്തനായ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴാക്കുവാൻ സ്തോത്രം. അതിന് നമ്മൾക്ക് ഈ വിശുദ്ധിയിൽ വസിക്കണം. ഈ കാൽ കീഴ് ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണ്ടൊക്കെ ചില ദൈവദാസന്മാരെ പിശാചിനെ ശാസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചവിട്ടുമാർ. നല്ല ബാഹ്യമൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ചിലർ പവർ കിട്ടും പറയാൻ. പാടാൻ നേരമൊക്കെ ഇങ്ങനെ ഒന്ന് ചവിട്ടുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ചവിട്ടട്ടെ അതിന്. പക്ഷെ അതുകൊണ്ടൊന്നും പിശാച് പേടിക്കത്തില്ല. പിശാച് പേടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ക്രഷ് സൈറ്റൻ. ഹല്ലേലൂയ. അവൻ്റെ തല യേശു ക്രൂശിന്മേൽ ചതച്ചു. അവനെ ഒരു പാമ്പിനെ, ഒരു അണലിയെ അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണല്ലോ ബൈബിൾ പറയുന്നത്. ആ വഞ്ചകനായ സർപ്പത്തെ യേശു ക്രൂശിന്മേൽ അവൻ്റെ തലയെ ചതച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യമാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അല്ല, അവിടെ യേശു ക്രൂശിൽ ഇങ്ങനെ കാല് വെച്ച് ചവിട്ടുകയൊന്നും ചെയ്തില്ല. പക്ഷേ യേശു, ഹല്ലേലൂയ, യേശു ആരാന്ന് വെളിപ്പെട്ടപ്പോൾ തന്നെ സാത്താൻ്റെ തല എന്ത് ചെയ്തു? തകർന്നു. ജയം നേടി യേശു. ജീവിതം കൊണ്ടാണ് ദൈവമക്കളെ ജയം നേടുന്നത്. അതിന് യോഗ്യരായി തീരണം എന്നാണ് ദൈവത്തിന്. അപ്പം പിശാചിനെ ഹല്ലേലൂയ. സ്കേവയുടെ മക്കൾ, സ്കേവ ആരായിരുന്നു? സ്കേവ ഒരു പുരോഹിതനായിരുന്നു, അറിയാമല്ലോ. ഇസ്രായേലിലെ ഒരു പുരോഹിതനായിരുന്നു, പ്രീസ്റ്റ്. വലിയ സ്ഥാനമാണ് ഇസ്രായേൽ കമ്മ്യൂണിറ്റി. ഒരു പുരോഹിതൻ്റെ 1-2 മക്കളല്ല, എത്ര മക്കളാ? അപ്പോൾ അവരെന്തോ വിചാരിച്ച ചേട്ടനനിയന്മാർ, ഈ ചേട്ടാനിയന്മാർ 7 ആണുങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എന്തോ അത്യാവശ്യം ഗുണ്ടായിസം അവരുടെ കയ്യിലുണ്ട്, ഇല്ലേ? ഒരു ദേശത്തൊക്കെ അങ്ങനെ നമ്മൾ പല ദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്. 7 പുരോഹിതന്മാരുടെ 7 മക്കളോട് വിചാരിച്ച് ഞങ്ങൾ ഇപ്പം നമ്മുടെ ദൈവദാസന്മാർ, കൃപയിൽ നിന്ന് മാറിപ്പോയ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മധ്യത്തു നിന്ന് MLA വേണം, നമ്മുടെ മധ്യത്തു നിന്ന് MP വേണം, നമുക്ക് സംഘടിക്കണം, നമുക്ക് ആർക്കെങ്കിലും ദൈവദാസന്മാർക്ക് പ്രതികൂലം വന്നാൽ നമുക്ക് എന്ത് യൂണിയൻ കൂടണം, നമ്മുടെ ആൾബലം കാണിക്കണം എന്ന് പറഞ്ഞ പോലെ സ്കേവയുടെ മക്കൾ 7 ചട്ടമ്പി ആണുങ്ങൾ ആൾബലം കാണിക്കാൻ പോയത് അങ്ങോട്ട്. തിരിച്ചു വന്നത് എങ്ങനെയാ? ഫുൾ വസ്ത്രം ഇട്ട് അങ്ങോട്ട് പോയതാ. തിരിച്ചു വന്നത് എങ്ങനെയാ? എല്ലാം കാണിച്ചുകൊണ്ട്. നാണം കെട്ട് ആ ദേശത്ത് പിന്നെ അവരെ ഇറങ്ങി കാണത്തില്ല. ഒരിച്ചിരി നാണം ഉണ്ടായിരുന്ന ജീവിതം ചിലപ്പോൾ അവസാനിച്ചത്. നാണം ഇല്ലാന്നുകൊണ്ടായിരിക്കും അവർ പിന്നെയും ജീവിച്ചത്. അതുകൊണ്ട് ഈ ആൾബലം കൊണ്ട് സാത്താനെ ജയിക്കാൻ പറ്റുമോ? ഈ ബലൂൺ ചവിട്ടി പൊട്ടിച്ചുകൊണ്ട് സാത്താനെ ജയിക്കാൻ പറ്റുമോ? സംഘടിച്ചുകൊണ്ടോ പാസ്റ്റേഴ്സ് യൂണിയൻ അല്ലെ അസോസിയേഷൻ, ഞങ്ങൾ മൈനോറിറ്റി രാഷ്ട്രീയക്കാർ നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ
പോലീസ് ഓഫീസേഴ്സ് IPSകാർ നമ്മുടെ സഭയിലുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? അവനും വന്നവിടെ അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവിടെ മുട്ടുമേയിരിക്കും. അല്ലാതെ അതിൽ കൂടുതൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്മയോട് സമർപ്പിച്ചാൽ ദൈവ അഭിഷേകത്താൽ നിറയ്ക്കും. അതിൽ കൂടുതൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ലോകത്തിൻ്റെ അതോറിറ്റി, പവർ, ഒന്നും ധൈര്യം ഒന്നും നടക്കത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ പിശാചിനെ, അപ്പോൾ പിശാചിനെ ശാസിക്കുവാൻ യോഗ്യമാവണ്ണം നമ്മുടെ ജീവിതം യോഗ്യമാവണ്ണമായി തീരും. സ്തോത്രം. നമ്മുടെ പാത അത് കറക്റ്റായി തീരുമ്പോഴാണ് ഇല്ലേ സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ. ഈ റോമാലയത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് എത്ര മനോഹരം. അതിൻ്റെ അർത്ഥം എന്തുവാ? പെഡിക്യൂർ അല്ലേ, മാനിക്യൂർ എന്നുണ്ട്, പെഡിക്യൂർ എന്നുണ്ട്, ലെഗ് പെഡിക്യൂർ എന്നൊക്കെ പറയും. കാല് വൃത്തിയായിട്ട് നഖമൊക്കെ വെട്ടി, അതിപ്പം ബ്യൂട്ടി പാർലർ കൊണ്ട് കാല് വെച്ച് കൊടുത്താൽ മതി. ആണുങ്ങളുടെയും ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളുടെയും ചെയ്യുന്നുണ്ട്. അവർ നല്ലപോലെ കുഴിനഖമൊക്കെ മാറ്റി കാലിൻ്റെ അടിയൊക്കെ ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കെമിക്കലൊക്കെ ഇട്ട് നല്ല മണമൊക്കെ ഉള്ളത് അടിച്ച് അവരെ റെഡിയാക്കി തരും. അതാണോ സുവിശേഷകൻ്റെ കാലെത്ര മനോഹരം? നോ. ഒരു ദേശത്ത് നമ്മൾ കാല് വെക്കുമ്പോൾ, ഒരു ഭവനത്തിൽ നമ്മൾ കാല് വെക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി പിശാചിനെ ജയിക്കുവാൻ യോഗ്യതയോടുകൂടി ഒരു ഭൂതം ബാധിച്ച വീട്ടിൽ നിങ്ങളോ കാല് വെക്കുമ്പോൾ പിശാച് പുറയിലത്തെ വാതിലിൽ കൂടി ഇറങ്ങി ഓടും. അതാണ് സുവിശേഷകൻ്റെ കാലെത്ര. ആ കാല് വെച്ചിട്ടാണ് സാത്താൻ്റെ തല എന്ത് ചെയ്യേണ്ടത്? അതിനുവേണ്ടി എന്ത് വേണം എന്ന് നമ്മളിപ്പം വായിച്ച കൃപ വേണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഓരോ സഭയെ അനുഗ്രഹിക്കുക, ഓരോ സഭയെ ബലപ്പെടുത്തുക, ഓരോ സഭയെ എൻകറേജ് ചെയ്യുക. നിങ്ങളെ ദേശത്തിൻ്റെ കാവൽക്കാരാക്കിയിരിക്കുന്നു. ആ ദേശത്തെ അന്യാരാധന ശക്തി, ആ പിശാചിൻ്റെ തലയെ തകർക്കുവാനാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്, കുടുംബമായിട്ട് അവിടെ ആക്കിയിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി ബലം പ്രാപിച്ച് വരുമ്പോൾ ക്ഷീണിച്ച് പോകുവാൻ, തകർന്നു പോകുവാൻ സാത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ബലമേറ്റെടുത്തുകൊണ്ടും നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അപ്പം നമ്മളോട് വായിച്ചു, സ്വർഗരാജ്യത്തിന് യോഗ്യരായി, സുവിശേഷം പ്രസംഗിക്കുവാൻ യോഗ്യരായി, പിശാചിനോട് എതിർത്ത് നിൽക്കുവാനും അവിടെ തലയെ തകർക്കുവാനും യോഗ്യരായി. ഈ യോഗ്യതയൊക്കെ പ്രാപിച്ചവരാണ് കാഹളം ഊതുമ്പോൾ എന്തെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു അവസരം തരും. അയ്യോ എന്നെ വേണ്ടേ, ഇനി ഞാനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടുമ്പോൾ നിങ്ങൾ പറ. ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇച്ചിരി കട്ടിയായിട്ട് പറഞ്ഞു, നിങ്ങൾ പറ. ഞാൻ ബലപ്പെട്ടിട്ടുമില്ല, യോഗ്യനായിട്ടുമില്ല, കർത്താവിൻ്റെ വേലയിൽ ഒരു ഭാഗം ചെയ്യുവാൻ ഞാൻ യോഗ്യനായിട്ടില്ല. ഒരു വ്യക്തി, ഞാനൊരു സാധാരണ വിശ്വാസിയാണെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെ സാധാരണ വിശ്വാസി ബൈബിളിലില്ല. കാഹളം ഊതുമ്പോൾ എന്നെ എടുക്കുമോ കർത്താവ്? എങ്ങനെ എന്നെ മണവാട്ടിയാക്കി തീർക്കാൻ പറ്റും? ആരുടെ മണവാട്ടിയാ തീരേണ്ടത്? ക്രിസ്തുവിൻ്റെ തലയോളം വളരണ്ടേ. അതുകൊണ്ട് നമ്മുടെ എക്സ്ക്യൂസ് പറച്ചിലൊക്കെ നിർത്താം. ഇവിടെ നമ്മൾ വായിച്ചു എല്ലാത്തിനും ക്രിസ്തുവിന് യോഗ്യരായി. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ 12 തിരിച്ചവിടെ വാക്യത്തിലേക്ക് വരാം. 12ാമത്തെ കർത്താവിൻ്റെ എല്ലാ സൽഗുണത്തിനും കർത്താവിൻ്റെ താല്പര്യം അതായിരിക്കണം എൻ്റെയും താല്പര്യം. ദൈവത്തിൻ്റെ സൽഗുണത്തിനുള്ള താല്പര്യം ഇപ്പോഴതാണോ താല്പര്യം? ദൈവത്തിൻ്റെ സൽഗുണം എന്ന് പറഞ്ഞാൽ സ്വർഗീയമാണെന്നറിയാമല്ലോ. ദൈവത്തിൻ്റെ സൽഗുണം എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധിയിൽ തുടങ്ങുന്നതാണെന്നറിയാമല്ലോ. അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ നമ്മൾ ദൈവത്തിൻ്റെ സൽഗുണം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു ഫുൾ ഡെഡിക്കേഷനാണെന്ന് അറിയാമല്ലോ, ഒരു പൂർണ്ണ സമർപ്പണമാണെന്നറിയാമല്ലോ. അത് നമുക്ക് താല്പര്യമായിട്ടുണ്ടോ? ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ഇത്രയും വർഷമായി ഈ ദൈവത്തിൻ്റെ സൽഗുണം എനിക്ക് പൂർണ്ണ താല്പര്യമായിട്ടുണ്ടോ? ഞാൻ പാസ്റ്ററാണ്, ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. പൂർണ്ണ താല്പര്യമായിട്ടുണ്ടോ എന്ന്. നമുക്കൊക്കെ എന്തായി തീരണം? ദൈവത്തിൻ്റെ സൽഗുണം പൂർണ്ണ താല്പര്യമായി തീരണം. ഫുൾഫിൽ ഓൾ ദ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് ഗുഡ്നെസ്. നമ്മൾ ജീവിക്കുന്ന എന്തിനാ ദൈവമക്കളെ? ആരുടെ താല്പര്യത്തിനാണ്? ആരുടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനാ? അങ്ങനല്ലേ ബൈബിൾ? അങ്ങനെയല്ലേ? 2 വാക്യങ്ങൾ പെട്ടെന്ന് നമ്മൾ വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 2:13, ഫിലിപ്പിയൻസ് 2:13. നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് വിജയിക്കും, ഇങ്ങനെ ചെയ്താലേ വിജയിക്കൂ എന്ന് പ്ലാൻ ചെയ്ത് ഞാൻ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ നോക്കിയാൽ ദൈവം അവിടെ ഇറങ്ങി വരുമോ? ഇല്ല. നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും, എന്തൊരു പ്രോഗ്രാം മീറ്റിംഗ് നടത്തിയാലും അത് ആരുടെ താല്പര്യമായിരിക്കണം? ദൈവം പറഞ്ഞതുപോലെ ചെയ്യണം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇച്ഛിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും
ഗോഡ് വർക്ക്സ് ഇൻ യു ഫോർ ഹിസ് ഗുഡ് പ്ലഷർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ദൈവമാണ് നിന്നിൽ കൂടി പ്രവർത്തിക്കേണ്ടത്. ആരുടെയാ പ്രവർത്തനം? ദൈവത്തിന്. ആരുടെ ഇഷ്ടത്തിനാ? ആരുടെ സന്തോഷത്തിനാ? എൻ്റെ സന്തോഷം അതിൻ്റെ അകത്ത് 1% കാര്യമുണ്ടോ? പറയാൻ വിഷമമാണ്. എൻ്റെ സന്തോഷത്തിനല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, എൻ്റെ ആഗ്രഹമല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, എൻ്റെ പേരല്ല അവിടെ ഉയരേണ്ടത്. ആരുടെ പേരാ? ആരുടെ നാമമാ? ആരുടെ ഇഷ്ടമാണ്? ആര് പറയുന്നത് പോലെ ചെയ്താലേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. ദൈവം പറയുന്നത് പോലെ മോശ ചെയ്തു, ദൈവം പറയുന്നത് പോലെ മോശ ചെയ്തു, ദൈവം പറയുന്നത് പോലെ മോശ ചെയ്തു. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന അത്രയും പ്രാവശ്യം ഞാൻ ഏറ്റു പറയാൻ പോയാൽ, സ്തോത്രം, ഈ മീറ്റിംഗ് കഴിയുന്ന സമയം വരെ ഞാൻ ഏറ്റു പറയേണ്ടി വരും. അത്രയും പ്രാവശ്യമാണ് ബൈബിൾ എഴുതിയേക്കുന്നത് ദൈവം പറയുന്നത് പോലെ മോശ. എന്നിട്ടാണ് കർത്താവിൻ്റെ തേജസ് ഇറങ്ങി വരുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ഷക്കീന, അല്ലെങ്കിൽ അതിനകത്ത് ഒരു കാര്യം മോശ ദൈവം പറയാവുന്നത് പോലെ ചെയ്യാതെ തൻ്റെ ഇഷ്ടവും ജനത്തിൻ്റെ താല്പര്യവും പ്രകാരം ചെയ്തായിരുന്നെങ്കിൽ ദൈവസാന്നിധ്യം എന്ത് ചെയ്യത്തില്ലായിരുന്നു. ആ ദൈവത്തെയല്ലേ നമ്മൾ ഇന്നും ചിലർ പറയും പ്രായമാകുമ്പോൾ ചിലർ ഒതുങ്ങിപ്പോകുമെന്ന് പറയും. ശാരീരികമായിട്ടും മാനസികമായിട്ട് ചിന്തിച്ചാൽ ശരിയായിരിക്കും. സിംഹം പോലും പുലി പോലൊക്കെ നിന്നവർ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യും? ഒതുങ്ങി. ശരീരം ക്ഷീണിക്കുമ്പോൾ ധൈര്യമൊക്കെ ചോർന്നു പോകും. ആഗ്രഹിക്കുന്ന കാര്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്ന ശ്രമവും എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ദൈവത്തിന് പ്രായമായോ? ക്ഷീണമായോ? അന്ന് മോശ സേവിച്ച ദൈവം തന്നെയല്ലേ? എബ്രഹാം സേവിച്ച ദൈവം തന്നെയല്ലേ ഇന്നും നമ്മൾ സേവിക്കുന്ന? പുതിയ നിയമത്തിൽ വേറൊരു ദൈവമുണ്ടോ? യേശുവിൽ കൂടെ ഒരു മധ്യസ്ഥത വഹിക്കുവാൻ കൃപ. ഉടനെ ശിക്ഷ കിട്ടുന്നില്ല, അവിടെ യേശു ഇടയ്ക്ക് നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. അന്ന് സേവിച്ച ദൈവം ഒരു ശക്തിയും കുറഞ്ഞു പോയിട്ടില്ല. ആ ദൈവം ഇന്നും, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. അത്രയൊക്കെ ഒന്ന് മനസ്സിലായാൽ മതി. ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ സേവിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനല്ല. റോമാലേഖനം 9:16 വായിച്ചേ. റോമൻസ് 9:16. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്തെ സകലവും സാധിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും അല്ല. ഞാൻ എത്ര പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തവനായിരിക്കട്ടെ, അന്നൊക്കെ ലോകത്തിലെ വിഷയങ്ങൾ നന്നായിട്ട് ചെയ്ത് കാണും, ഒരു കാര്യവുമില്ല. ഇച്ഛിക്കുന്നവനാലല്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പദ്ധതി ഇടുന്നവനായിരിക്കും. ഓടുന്നവനാലും അല്ല, ഇച്ഛിക്കുന്നവനാലും അല്ല. നിന്നെ യോഗ്യനെന്നെണ്ണി, നിന്നോട് കരുണ തോന്നി, നിൻ്റെ മേൽ കൃപ പകർന്ന് നിന്നെ യോഗ്യനാക്കി നിന്നെ ഉപയോഗിക്കുന്ന ദൈവത്താലാണ്. നിൻ്റെ മേൽ അങ്ങനല്ലേ? ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും അല്ല, കരുണ തോന്നുന്ന ദൈവത്താലാണ്. അത്രയും മനസ്സിലായ? അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ സന്തോഷമല്ല. ഈ കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് എന്തുവാ? നമ്മളൊക്കെ പലപ്പോഴും പ്ലാൻ ചെയ്യുന്ന കണ്ട അവിടെ വരെ അങ്ങനെ ചെയ്തു, നമുക്കും അങ്ങനെ ചെയ്താൽ ഇവിടെ ആൾ കൂടുമായിരിക്കും. ഇവരങ്ങനെ പ്ലാൻ ചെയ്തു, നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ പാസ്റ്ററെ നമുക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടണം, അവർ ചെയ്യുന്ന പോലെ കണ്ടു നമുക്കും കുറച്ച് എന്ത് ചെയ്യണം. ബൈബിൾ എന്തുവാ പറയുന്നത്? നമ്മുടെ പ്ലാനല്ല, നമ്മുടെ അധ്വാനത്തിൻ്റെ കൂടുതലും അല്ല, നമ്മുടെ മേൽ കരുണ. ഈ ചെറിയ കൂട്ടത്തിൻ്റെ മേൽ കർത്താവിന് കരുണ തോന്നിയാൽ കർത്താവ് ചില നല്ല മുത്തുകളെ ഇനി നമ്മുടെ മധ്യത്തിലേക്ക് അയക്കും. സ്തോത്രം. നമ്മൾ അതിനു വേണ്ടി ഒരുക്കത്തോടുകൂടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ആൾക്കാരെ ദൈവസന്നിധിയിലേക്ക് വിളിക്കണം, പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ ഞാൻ ആ വാക്യം ഒന്ന് എംഫസിസ് കൊടുക്കുവാൻ തിരിച്ച് നമ്മുടെ വാക്യത്തിലേക്ക് വരാം. 12ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്ന് സ്വർഗരാജ്യത്തിന് നിന്നെ യോഗ്യനാക്കുവാൻ, രണ്ടാമത് കർത്താവിൻ്റെ എല്ലാ സൽഗുണത്തിനും നിനക്ക് സകല താല്പര്യവും വരണം. ഇല്ല, ഫുൾഫിൽ ഓൾ ദ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് ഗുഡ്നെസ്. അതിനെ ഫുൾഫിൽ ചെയ്യണം. കർത്താവിൻ്റെ സകല നല്ല സൽഗുണങ്ങളൊക്കെ എന്ത് ചെയ്യണം? താല്പര്യത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അത് ഫുൾഫിൽ ചെയ്യണം എന്ന് തന്നെയാണ് മൂലഭാഷ. എന്നിട്ട് അതിനുവേണ്ടി എന്തു വേണം? വിശ്വാസത്തിൻ്റെ ശക്തിയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അത് പൂർണ്ണമാക്കി. നമ്മൾ ഈ യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെയല്ലേ? മോശ പഴയ നിയമത്തിലെ മരുഭൂമി യാത്ര എടുത്തു. അതിന് മുൻപോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് പറഞ്ഞു, ഇവിടെ നിന്ന് മാറിയാലേ ആരാധന ഉയർത്തും. ഫറവോൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കോ. അവിടെ നല്ല ചിറ്റുള്ളിയും, ആ ചിറ്റുള്ളിക്കൊക്കെ എന്നാ രുചി എന്നറിയാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇപ്പോൾ അതിൻ്റെ വേറൊരു മോഡൽ വെള്ള ഉള്ളി വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഗൾഫിൽ ഈ ലെബനാൻ ഉള്ളി കറക്റ്റായിട്ട് വരുമായിരുന്നു. തുർക്കിയിൽ നിന്നും ലെബനാനിൽ നിന്നും വെളുത്ത ഉള്ളി വരും.
അതിന് മറ്റേ സവോളയേക്കാൾ ഡബിൾ വിലയാണ്. എന്നാൽ വലിയ വിലയില്ലാത്തതുകൊണ്ട് ആൾക്കാർ സാലഡ്സിന് വേണ്ടി അത് ഉപയോഗിക്കും. അതിന് ഇത്രയും ഗ്യാസ് ഇല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്നാ എസൻസാണെന്നറിയാം, എന്നെ രുചിയാണെന്നറിയാം, നല്ല രസമാണ്. സലാഡിനൊക്കെ ഉപയോഗിക്കാൻ നമ്മളത് പൊതുവേ നാട്ടിലുള്ള മലയാളികൾ അത് മറ്റേ സവോള ഇതിന് ഉപയോഗിക്കും, കറിക്കൊക്കെ ഉപയോഗിക്കും. അതിന് ഇതിൻ്റെ പകുതി വില, അതിൻ്റെ കറക്റ്റ് ഡബിൾ വിലയാണ്. അതിന് 5 ഇതിന് 10 അറിയാം. അപ്പം ഈ വെള്ള ഉള്ളി സവോള ഇത്രയും വലുപ്പമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ചില മോഡലൊക്കെ വരുന്നു, പക്ഷേ അതിന് ഗ്യാസ് ഉണ്ട്. ഈ ചുറ്റുള്ളി അല്ല അവിടുത്തെയൊക്കെ ഉള്ളിക്ക് നല്ല രുചിയാണ്. ഇതേ ഈജിപ്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലെബനാനിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഉള്ളി വരുന്നത്. അതിൽ എപ്പോഴും പ്രോഡക്റ്റ് ഓഫ് ലെബനാൻ എന്നാ ഒരു ചുമന്ന ചാക്ക ഞാൻ ഓർക്കുന്നു, ട്രാൻസ്പെറൻ്റ് ഒരു ചാക്ക. നല്ല രുചിയാണ് ഉള്ളിക്ക്. ആ ഉള്ളി തിന്നാൻ നമുക്ക് തോന്നും. ഉള്ളി കഴിക്കാത്ത ഒരു ഉള്ളി തിന്നും. ഇവർക്ക് കർത്താവ് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഓർത്തത് എന്തോ അവിടുത്തെ ഇറച്ചിക്കലവും അടിമകളൊക്കെ ആയിരുന്നെങ്കിലും നല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരുന്നു, നല്ല ഫെസിലിറ്റി ആയിരുന്നു. ഫറോൻ്റെ ആൾക്കാരായിട്ടല്ല, അവർ വരുത്തരാണെങ്കിലും അവർ ആ ജനത്തിലെ ആൾക്കാരല്ലെങ്കിലും ആ ജനത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോഴും എണ്ണം കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കെല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യവും റേഷനും ഒക്കെ കിട്ടുന്ന പോലെ ഫറോൻ്റെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കിട്ടിയിരുന്നു. ഫറോൻ ആ കാലത്തെ ഏറ്റവും വലിയ ചക്രവർത്തിയും സാമ്രാജ്യമൊക്കെ അല്ലായിരുന്നു, ഈജിപ്ഷ്യൻ സാമ്രാജ്യം ആ കാലത്ത്. അപ്പോൾ നല്ല സുഖമായിരുന്നു, എന്തൊക്കെ ഫെസിലിറ്റീസ് ഞങ്ങൾ. കർത്താവ് പറഞ്ഞു ഇത് വിട്ട് ഇറങ്ങി എന്ത് ചെയ്യണം, മരുഭൂമിയിലോട്ട് പൊക്കോളാൻ, ആരാധിക്കാൻ. ഇവിടുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിയപ്പം തൊട്ട് പ്രശ്നങ്ങളാണ്. ചെങ്കടൽ വന്ന് ഫ്രണ്ടിൽ നിന്നു, അത് വലിയൊരു പരീക്ഷ. അത് ചെയ്തപ്പോൾ തീർന്നെന്ന് വിചാരിച്ചു. വെള്ളം കുടിക്കാൻ നോക്കിയപ്പോൾ അത് കഴിക്കുന്നു, എല്ലാവരും തുപ്പി. ഓരോ കാര്യങ്ങളും അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിശ്വാസത്തിൻ്റെ ശക്തി പ്രാപിക്കും. 2 തെസ്സലോനിക്കർ എഴുതി സഭയെ ബലപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ ബലപ്പെടുത്തുക. ഈ ക്ഷീണിച്ച് പോകുന്ന, മടുത്തു പോകുന്ന, ആത്മശക്തി ഏറ്റെടുത്ത് ആരാധിക്കുവാൻ കഴിയാതെ നമുക്ക് വരുന്ന പ്രതികൂലങ്ങൾ, സാത്താനെ ഒരു ലൈൻ അവിടെ വരച്ചു. നീ അതിൻ്റെ അപ്പുറത്ത് നിന്നോണം, നീ ഇതിൻ്റെ ഇപ്പുറത്ത് കയറി എൻ്റെ കുടുംബത്തിൽ കളിക്കാൻ, എൻ്റെ വിഷയങ്ങൾ മേൽ നീ കളിക്കാൻ നോക്കിയ എന്നും പറഞ്ഞ് അധികാരത്തോ അത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, പറയണമെങ്കിൽ പേടിച്ച് ലൂസിഫർ അപ്പുറത്ത് നിൽക്കണം. അതിനുള്ള വിശുദ്ധിയും ദൈവകൃപയും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്നിൽ കൂടി വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 100% കർത്താവിലുള്ള വിശ്വാസത്തിൽ ആ ശക്തി പ്രാപിക്കണം. അതിന് ഏതൊക്കെ രീതിയിൽ ഞാൻ യോഗ്യനാകണോ ഞാൻ യോഗ്യനാകണം. എന്നിട്ട് ഏത് ഭൂതശക്തിയാണെങ്കിലും, ഏത് പാരമ്പര്യ ശക്തിയാൽ നിൻ്റെ അപ്പന്മാരെ ഞാനിങ്ങനെ തകർത്തു, ഞാൻ നിന്നെയും ഇങ്ങനെ തകർക്കുമല്ലോ. ഓരോ പാരമ്പര്യ ശക്തി ഉണ്ടല്ലോ, അതവിടെ കിടന്ന് കളിച്ച് ആ തലമുറയോടാണെങ്കിലും അത് ഓരോ വിഷയത്തിലാണെങ്കിലും അവിടെ കിടന്ന് കളിക്കുമ്പോൾ സാത്താനെ അവിടെ എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് കയറി, ഞങ്ങളുടെ കൂട്ടായ്മയിൽ കയറി കളിക്കാൻ നിനക്ക് ഒരവകാശവുമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുവാൻ. അതിവിടെ സബ്വൂഫർ കൂട്ടിയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. സാത്താൻ പേടിക്കത്തില്ല. പേടിക്കാതെ അന്ന് ബാലന്റെ പ്രവാചകന്മാർ അമറിക്കൂവിയെ പോയി പേടിച്ചേൻ. അവർ അമറിക്കൂവി. ഏലിയാവ് കൂവിയുമില്ല, അമറിയുമില്ല. വീണ് കിടക്കുന്ന കല്ലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒന്ന് എടുത്ത് വെക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഒരേറിയൽ സാത്താൻ അകത്ത് കയറുവാൻ കാരണമില്ലാതെ വിശുദ്ധിയിൽ വളരണം ദൈവമക്കളെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്കൊന്ന് വളരുവാൻ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. വിശ്വാസത്തിൻ്റെ ശക്തിയും പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടി വെളിപ്പെടണം. അപ്പോൾ 11ാമത്തെ വാക്യം കൂടി വായിച്ചു നിർത്തുക. യെസ്. ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവരിലും മഹത്വപ്പെടേണ്ടതിന്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കർത്താവ് നിങ്ങളിൽ കൂടെ, that the name of Jesus may be glorified in you. അല്ല, ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് through you. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ കൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടത്. ഞാൻ ദൈവം പറയുന്നത് പോലെ ചെയ്യണം. മനുഷ്യൻ പറയുന്ന പോലല്ല, ആ സഭയെ കാണുന്ന പോലെ ഈ സഭയെ കാണുന്ന പോലല്ല, മറ്റുള്ള പെന്തക്കോസുകാർ ചെയ്യുന്ന പോലല്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ? അന്ന് ഉപവാസത്തോട് 2 ദിവസം ഇരുന്നും ദൈവസന്ധിയിലെ കണക്ഷൻ തിരിച്ചൊന്ന് കൊണ്ടുവരാൻ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് പോലെ ക്രിസ്തു നിങ്ങളിൽ കൂടെ മഹത്വപ്പെടില്ലേ? അതിനെന്ത് വേണം? കർത്താവിൻ്റെ കൃപ വേണം. യേശുവിൻ്റെ നാമം നിങ്ങളിൽ കൂടെ വെളിപ്പെടേണ്ടതിന്. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ദ നെയിം ഓഫ് ജീസസ് മേ ബി ഗ്ലോറിഫൈഡ് ത്രൂ യു, അല്ലെങ്കിൽ ഇൻ യു. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ആരംഭിക്കുന്ന കർത്താവേ, ഇന്ന് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കും. എല്ലാവരും ചിലപ്പം രാവിലെ ട്രാക്ട് കൊടുത്തുകൊണ്ട് വീടുകൾ സന്ദർശിക്കുമായിരിക്കത്തില്ല. അങ്ങനെയുള്ളവരെക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസാണ് ജോലിക്ക് പോകുന്നവർക്ക്.
ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണം, നല്ല ചില ആൾക്കാരെ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുകയും കാണാനും ഇവിടെയൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ചിലരെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നത്. പക്ഷേ ജോലി ചെയ്യുന്നവർക്കോ ഒന്നും വേണ്ട, വാഹനം ഓടിക്കുന്ന ബ്രദറിന് എത്ര പേര് ഒരു ദിവസം കാണാൻ പറ്റും? എത്ര പേർ? അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരും അസിസ്റ്റൻ്റ് ഓഫീസിൽ വരുന്നവർ, ഇവിടെയൊക്കെ ബ്രദറിന് ഓരോരുത്തർ ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എത്ര പേര് ഒരു ദിവസം കാണാൻ പറ്റും? എന്നേക്കാൾ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ കൂടുതൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്നിൽ കൂടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം. Lord, let your name be glorified through me. Hallelujah. അതിന് ഞാൻ യോഗ്യനായി. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചത് മുഴുവൻ എന്തുവാ? സ്വർഗരാജ്യത്തിന് വേണ്ടി യോഗ്യനാകണമെങ്കിൽ ഒരു യോഗ്യതയല്ല, ഇത്രയും നമ്മുടെ ഒരു യോഗ്യതയും കണ്ടല്ലോ കർത്താവ് തിരഞ്ഞെടുത്തത്. ഈ തിരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണ്, ദൈവത്തിന് തുല്യരാക്കി തീർക്കുക. ഇനി നമ്മളെ അതിനു വേണ്ടിയുള്ള പണിയാണ് നടക്കുന്നത്, ഇല്ലേ? കർത്താവിൻ്റെയോട് തുല്യമായി തീരുവാൻ, കർത്താവിനെ മണവാട്ടിയായി തീരും, സ്വർഗത്തിന് ഞാൻ യോഗ്യനായി തീരണേ, സുവിശേഷം പറയുവാൻ യോഗ്യനാകണം, സാത്താനോട് യുദ്ധം ചെയ്യുവാൻ യോഗ്യനാകണം, കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ യോഗ്യനാകണം, മറ്റുള്ളവരോട് അയൽവക്കക്കാരോടൊക്കെ നമ്മൾ നല്ല സ്നേഹത്തിൽ നിന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യേശുവിനെ പറ്റി പറയുവാൻ. ഹല്ലേലൂയ. നിനക്ക് എന്തെങ്കിലും അവിടെ ഒരു മത്സരമോ, നീ അയൽവക്കക്കാരേക്കാൾ വലുതാണോ, കുടുംബക്കാരേക്കാൾ ഞാനും ഒത്തിരി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് വല്ലോ നിനക്കൊരു തോന്നൽ വന്നാൽ നിന്നെ ഉപയോഗിക്കുന്നത് അന്ന് കർത്താവ് എന്ത് ചെയ്യും? നിർത്തും. അങ്ങനെയല്ലേ യേശു പറഞ്ഞത്? നിനക്ക് മുൻപനാകണോ? ഡു യു വാണ്ട് ടു ബി ഫസ്റ്റ്? ദേശത്താണെങ്കിലും എവിടെ ആണെങ്കിലും ബി ദ ലാസ്റ്റ് ആൻഡ് ദ സെർവൻറ്റ് ഓഫ് ഓൾ. ഇതൊക്കെ പറയുന്നത് മലയാളത്തെക്കാളൊക്കെ കുറച്ച് ശക്തമായിട്ട് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നുണ്ട്. നീ എല്ലാവരെയും ദാസനായി തീരുവാനും. അതിൻ്റെ അർത്ഥം എല്ലാ വീട്ടിലും പോയി തൂക്കം തുടയ്ക്കുമോ എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യുവാനുള്ളൊരു റെഡിനെസ്. ആ വ്യക്തിയെ ഉദ്ധരിക്കുവാൻ ദൈവം പറയും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് വായിച്ചില്ലേ, ഇത് ദൈവത്തിൻ്റെ വേലയാണ്. കർത്താവിൻ്റെ സന്തോഷം, ഫോർ ഹിസ് പ്ലഷർ. ഹാലയിലെ കരുണ തോന്നുന്നതും പ്രവർത്തിക്കുന്നതും ഇച്ഛിക്കുന്നതും ഒക്കെ കർത്താവാണ്. നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കണക്ടിവിറ്റി, ഇല്ലേ? ചില ഹെഡ്ഫോണൊക്കെ കുറച്ച് കഴിഞ്ഞ് ഒരു ചെവി കേൾക്കത്തില്ല, കുറച്ചുകൂടി കേടാകുമ്പോൾ രണ്ടും കേൾക്കത്തില്ല. പണ്ട് നല്ലപോലെ കർത്താവ് പറയുന്നത് മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് ഇച്ചിരി മനസ്സിലാവും, ഒത്തിരി കഷ്ടതയിൽ കൂടെ. പിന്നെ കുറച്ചുകൂടി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യത്തില്ല, ഒട്ടും കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കത്തില്ല. ഈ ഞായറാഴ്ച വന്നിരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നു എന്നല്ലാതെ കർത്താവ് നേരിട്ട് എന്നോട് സംസാരിക്കുന്നില്ല. അത് വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ വളരെ അടുത്തു. അതുകൊണ്ടാണ് കർത്താവ് ശക്തമായി പറയുന്നത്. മറ്റുള്ള സഭയിലൊക്കെ കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് സ്തോത്രം, എത്രത്തോളം നമ്മൾ ബലം പ്രാപിച്ച് നമ്മൾ ഉദ്ധരിക്കുവാനും ബലപ്പെടുത്തുവാനും ഈ പട്ടണത്തിൽ ഒത്തിരി പേരുണ്ട് ദൈവമക്കളെ. നമ്മുടെയൊക്കെ പഴയ കോൺടാക്ട്സ്, നമ്മുടെയൊക്കെ സ്നേഹിതർ എൻകറേജ് ചെയ്യുവാൻ, ഒരു തികഞ്ഞ പരിജ്ഞാനത്തിൽ അവർക്ക് മനസ്സിലാകുന്ന പോലെ അവരെ എൻകറേജ് ചെയ്യുവാൻ. യെസ്, ഹല്ലേലൂയ. നമ്മൾ ബലമായിട്ടിരിക്കുമ്പോൾ അവരെ കൊച്ചാക്കുന്ന രീതിയിലും അല്ല, അവരെ എൻകറേജ് ചെയ്യുവാൻ. പക്ഷേ ഉള്ളതുപോലെ പറയുകയും വേണം. അവരായിരിക്കുന്ന സിറ്റുവേഷൻ പറഞ്ഞാലേ പറ്റൂ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന് യോഗ്യരായി തീരുവാൻ, സാത്താൻ്റെ തല തകർക്കുവാൻ, സാത്താൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ യോഗ്യരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ. നീ പറയാതെ അവരെങ്ങനെ കേൾക്കും? കേൾക്കാതെ അവരെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ അവരെങ്ങനെ രക്ഷ പ്രാപിക്കും? ഇന്ന് വീണ്ടും നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കാം. സമയം ഒട്ടും കളയാനില്ല. എല്ലാം അങ്ങോട്ട് കഴിഞ്ഞു. എന്തുവാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പഴയ രാജ്യങ്ങളൊക്കെ കൂട്ടുകാരായിരുന്ന രാജ്യങ്ങൾ പിണങ്ങുന്നു, ശത്രുക്കളായിരുന്ന രാജ്യങ്ങൾ ചേരുന്നു. എന്തൊക്കെയോ അവിടെ ബ്രിക്സ് എന്ന് പറഞ്ഞു, ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ, EU രാജ്യങ്ങൾ ഒക്കെ, ഗൾഫിലെ GCC രാജ്യങ്ങൾ, ഓരോ യൂണിയനുകൾ മാറി യൂണിയനുകൾ കൂടുന്നു. പെട്ടെന്ന് ശത്രു രാജ്യങ്ങൾ ചേരുന്നു. എന്തൊക്കെയോ ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വരവ് അടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ, ബൈബിൾ എഴുതിയിട്ടില്ലേ, ലോകത്തിൻ്റെ കാലം പോലെ നമ്മൾ വിൽക്കുന്നു, വാങ്ങിക്കുന്നു, വ്യാപാരം ചെയ്യുന്നു. പിള്ളേരെ കെട്ടിക്കുന്നു, പിള്ളേരുടെ കാര്യം, ഓരോ കാര്യങ്ങൾ വിൽക്കുന്നു, വാങ്ങിക്കുന്നു, കുടുംബത്തിൻ്റെ കാര്യം വിൽക്കുന്നു, വാങ്ങിക്കുന്നു. എന്ന് വെച്ചാൽ വ്യാപാരം ചെയ്യുന്നു, ലാഭം ഉണ്ടാകുന്നു, കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലോകത്തിൻ്റെ കാലം അങ്ങനെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ലോകത്തിൻ്റെ കാലം പോലെ കർത്താവിൻ്റെ വരവ് എടുക്കപ്പെടാതെ ഇരുത്താനാണ്, നശിച്ചു പോകുവാനാണ്. ആ സ്തോത്രം, മഹാപീഡന കാലത്ത് ഞാനും നിങ്ങളും പെട്ടുപോകാനാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. സാത്താൻ്റെ പദ്ധതികളെ അറിഞ്ഞ് ജയിക്കുവാൻ ഇടയ്ക്കൊക്കെ ആത്മീയ മയക്കമുണ്ടായാൽ, കാര്യം ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ആരാധിക്കാനൊക്കെ കഴിയാത്തൊരവസ്ഥയൊക്കെ ഞാൻ കാണും. ചേർന്ന് ആരാധിക്കുവാൻ, കുറച്ച് നേരം ഒന്ന് ആത്മാവിൽ സന്തോഷിക്കുവാൻ കഴിയാത്തത്. അത് കർത്താവിൻ്റെ കുഴപ്പമല്ല, സഭയുടെയും കുഴപ്പമല്ല. ആരുടെ കുഴപ്പമാണ്? നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നത് വേണ്ട പോലൊന്ന് ഈ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
ഈ നമ്മളെ ഭാരപ്പെടുത്തുന്ന മുറുകെ പറ്റുന്ന വിഷയങ്ങളൊക്കെ എന്തൊക്കെയുണ്ടോ, ലോഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് നീറി നിൽക്കുന്ന ആ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാണ് കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. അത് മാറ്റി വെക്കാത്തത്തോളം കാലം ദൈവകൃപയിൽ വളരുവാൻ കഴിയത്തില്ല. സ്തോത്രം. ആരാ നമുക്ക് ഫുഡ് തരുന്നത്? നമ്മുടെ EMI വാടകകളും ഒക്കെ കാണും, പല ചിലവുകൾ കാണും. ആരാ അത് അടയ്ക്കാനുള്ള കൃപ തരുന്നത്? നമ്മുടെ ബുദ്ധിയും. ആരാ നമുക്ക് വർക്കുകൾ തരുന്നത്? ഇപ്പോൾ സ്വന്തമായിട്ട് വർക്കുകൾ ഏറ്റെടുത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് ആരാ നമുക്ക് വർക്കുകൾ തരുന്നത്? നമ്മുടെ പണമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ആരാ സഹായിക്കുന്നത്? ആരാ നമുക്ക് ജ്ഞാനം തരുന്നത്? കർത്താവല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഈരേ. നമ്മുടെ കാര്യം നോക്കാൻ ദൈവത്തിൻ്റെ കാര്യം നോക്കാനാണ് നമ്മളെ പാസ്റ്ററിനെ വിളിച്ചിരിക്കുന്നത് അല്ലേ? അതിതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാനാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന വേലകളെല്ലാം കൂടെ എവിടെയെങ്കിലും അപാകതകളുണ്ടെങ്കിൽ തിരുത്താനാണ് പാസ്റ്ററിനെ വിളിച്ചേക്കുന്നത്. പക്ഷെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? ആരുടെ കാര്യം ചെയ്യാനാണ്? ആ തീരുമാനം ദൈവസന്നിധിയിൽ പറയുവാൻ ദൈവം സഹായിക്കട്ടെ.